Hello guys, I am Arpaz and welcome back to my channel Superpowers. Superpowers or Superheroes. Superpowers വേണ്ടി ഒരു പുതിയ മാറോല്ല സൂപ്പർ ഫാൻസ്. സോ ഗൈസ്, ഇന്ന് നമ്മളൊരു കോമിക് നമ്മളായിട്ട് കിട്ടിയിരിക്കുകയാണ്. അൺബോക്സ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. ഏത് കോമിക്കാണെന്ന് ഞാൻ ഇപ്പം പറഞ്ഞില്ല, നിങ്ങൾ അൺബോക്സ് ചെയ്യുമ്പോൾ കണ്ടായി. അപ്പോൾ നമുക്ക് ഞാൻ ഇവിടെ ഇരിക്കാം. അതിന് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാർവൽ ഡിസി കോമിക്സ് മൂവീസ് ആയിട്ടുള്ള ഓസം ആൻഡ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിരുന്നു അടുത്ത ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഞാൻ ഇവിടെ കേൾക്കാം. സോ ഗൈസ്, ഇതാണ് പെട്ടി. ഞാൻ കത്തിലെടുത്ത് വെച്ചിട്ടുണ്ട്. പെട്ടി പത്തി അൺബോക്സ് ചെയ്യാം. ഇത് എനിക്കൊരു കുറച്ച് കോമിക് കളക്ഷനാണ്. ഞാൻ എല്ലാത്തിൻ്റെയും വീഡിയോ ചെയ്തിട്ടില്ല, പക്ഷേ കോമിക് കളക്ഷൻ്റെ ഒരു വീഡിയോ അത്യാവശ്യം വലിയൊരു കളക്ഷൻ ആകുമ്പോൾ നമുക്ക് ചെയ്യാം. ഇത് എൻ്റെ കോമിക് കളക്ഷനിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ്. ഞാൻ ഒരുപാട് നാൾ കാത്തിരുന്ന് മേടിക്കുന്ന ഒരു ബുക്കാണ്. വൺ ഓഫ് ദി ബെസ്റ്റ് കോമിക്സ് എവർ ആണ്. ഒരു ക്ലൂ വരാം, ജിം സ്റ്റാർലിൻ്റെ ഒരു കോമിക്കാണ്. ജിം സ്റ്റാർലിൻ എഴുതിയതാണ്. ഓക്കെ, അത്ര മതി. ഓക്കെ, ഓൾമോസ്റ്റ് 50. Almost there. Yes. Pretty. Do that way. The Infinity Gauntlet ആണ്. കൂടെ ഒരു സാധനം താഴെപ്പോയി. അതൊരു എന്താ പറയുക, ഒരു കാർഡ് പോലെ ഉണ്ട്, പക്ഷെ ഇതൊരു ബുക്ക് മാർക്കിന്റെ ഗുണം ചെയ്യും. അപ്പം ഇത് കീറേണ്ട ആവശ്യമില്ല. ഓൾമോസ്റ്റ് ഒരു ചെറിയൊരു പാക്കേജിങ്ങിൻ്റെ ഗുണം പോലെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം കുഴപ്പമില്ല, ജസ്റ്റ് കട്ട് ചെയ്ത് ഇവിടെ ഉണ്ടല്ലോ. ഓക്കെ, കിട്ടിയ പാക്കേജിങ് ഒരു രക്ഷയില്ല. ഓക്കെ, ദ ഇൻഫിനിറ്റി ഗോൺലെറ്റ് ഇതാണ് കോമിക്. ആൻഡ് മോസ്റ്റ് ഓഫ് യു മൈറ്റ് നോ, ഇൻഫിനിറ്റി വാർ ബേസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കോമിക്കിലാണ്. ആൻഡ് ഇത് വളരെ റയറാണ്, കിട്ടാൻ അടുത്തുമില്ല. ആൻഡ് അടിപൊളിയാണ്. ഇത് ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഇത് അൺബോക്സിംഗ് ആയിട്ട് കണ്ടാൽ നിങ്ങൾ വായിച്ചിട്ട് ഒരു ഇപ്പം അൺബോക്സ് ചെയ്തത് നിങ്ങൾ കണ്ടാണ്. ആൻഡ് ഇത് ഇത്തിരി പഴയ കോമിക്കാണ്, 90s ഒരു കോമിക്കാണ്. ഇത് മറ്റേ ഇൻഫിനിറ്റി വാറിൻ്റെ കഥ തന്നെയാണ്. ഇതാണ് കാർ പേജ് ആയിട്ടുള്ളത്. മറ്റേ താനോസ് തന്നെയാണുള്ളത്. ആൻഡ് ഒരുപാട് ഇത് ആസ് ഐ സെഡ് ഇതൊരു പഴയ കോമിക്കാണ്. അപ്പം അതിൻ്റെ ഒരു ഇതുണ്ട്. നമ്മുടെ താനോസ് ഉണ്ട്. ആൻഡ് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനെ കുറച്ച് ഒരു ഐഡിയ ഇല്ല, ഞാൻ വായിച്ചിട്ടില്ല. അപ്പം വായിച്ചിട്ട് തന്നെ കുറച്ചൊരു റിവ്യൂ ഇടാം. അപ്പം ഇത് ഞാൻ എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് വെച്ചാൽ, ഞാൻ ഈ പാക്കേജ് കണ്ടപ്പോൾ മനസ്സിലാക്കണം, ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചത്. ആമസോണിൽ ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 1999 ആണ്. എനിക്ക് 1100 രൂപ കിട്ടി. അപ്പോൾ എന്തായാലും വാങ്ങിച്ചു നോക്കാം. ഇതിൻ്റെ കുറച്ചൊരു റോൾ വെച്ചൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും ഇടാതിരുന്നത്. മറ്റേ യുവർ ഫ്രണ്ട് നെയ്ബർഹുഡ് സ്പൈഡർമാൻ്റെ ഫിനാലിനെ ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നതാണ്. അത് ഓൾറെഡി എന്താ പറയുക 2 ദിവസത്തിനുള്ളിൽ വരും. അതുകൊണ്ട് തൊണ്ട ഇഷ്യൂ ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത്. സോ എന്തായാലും ഇത് ഇന്ന് വന്നു. ഞാനിപ്പം ഈ കുറച്ച് മുമ്പ് വരെ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പേ ആ സീക്രട്ട് വാർസ് കോമിക്ക് ഞാൻ എൻ്റെ കയ്യിലുണ്ട്. അത് വായിച്ച് തീർന്നതേ ഉള്ളൂ. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അൺബോക്സിങ് കിട്ടുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അതിൻ്റെ പ്രോപ്പർ റിവ്യൂ വരുന്നതായിരിക്കും. ഞാൻ കംപ്ലീറ്റ്ലി വായിച്ചു. കിടിലൻ കോമിക്കാണ്. അപ്പം ഇത് ബാക്ക് സൈഡ് കൊണ്ട് ഞാൻ കാണിച്ചിട്ടാണ്. ഫുൾ ഹീറോസ് വെച്ചിട്ടുള്ളതാണ്. അതിൻ്റെ പാക്കേജിങ് 2 കാറിലാണ്, ഒരു രക്ഷയില്ല. രജിസ്ട്രേഷനൊക്കെ പക്കയാണ്. ഗലാക്ടസിനെ കണ്ടത്. എന്തായാലും ഈ കോമിക്ക് ഞാൻ വായിച്ചിട്ട് എനിക്ക് നല്ലൊരു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ
ഒരു കോമിക്കിന്റെ ഒരു എക്സ്പ്ലനേഷൻ, അതൊരു മാർവൽ DC ക്രോസ് ഓവർ കോമിക്കാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് നല്ലൊരു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ ഗൈസ്, ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ എനിക്ക് നിങ്ങളായിട്ട് പങ്കുവെക്കാനുള്ളത്. സോ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗൈസ്, മറ്റൊരു മാർവൽ വീഡിയോ നമുക്ക് വീണ്ടും കണ്ടാൽ അതിലേക്ക് സൂപ്പർ ഹീറോസ്.